നമസ്കാരം. പാപത്തിൻ്റെ അന്ധകാരത്തിലായിരുന്ന മനുഷ്യരെ അവർ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ കൂടുതൽ കുറവ് ആധിക്യമോ ഒന്നും നോക്കാതെ ദൈവം നിരുപാധികമായി സ്നേഹത്തോടെ ക്ഷമിച്ച് വീണ്ടെടുത്തതിൻ്റെ ഓർമ്മയാണ് ക്രിസ്തുമസ്. നമ്മുടെയൊക്കെ ഉള്ളിലും കടലോളം സ്നേഹവും ക്ഷമയും കാരുണ്യവും ഒക്കെ ഉണ്ട്. പക്ഷെ അവസരത്തിനൊത്ത് അവസരം വരുമ്പോൾ നാം അത് പുറത്തെടുക്കണമെന്ന് മാത്രം. മരം കൊച്ചുന്ന തണുപ്പുള്ള ആ ഒരു ക്രിസ്തുമസ് കാലത്ത് ചിക്കാഗോയുടെ തെരുവിൽ നടക്കുന്ന ഒരു കഥയാണ് ബർഗ്ലേഴ്സ് ക്രിസ്തുമസ് അഥവാ മോഷ്ടാവിൻ്റെ ക്രിസ്തുമസ്. ഇതിലെ നായകനായ വില്യം സാമാന്യം നല്ല ധനിക കുടുംബത്തിലെ ഒരു അംഗമായിരുന്നുവെങ്കിലും വളരെ പണ്ട് തന്നെ കോളേജ് പഠനമൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് സ്വന്തം വഴി കണ്ടെത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചവനാണ്. പത്രപ്രവർത്തകൻ, റിയൽ എസ്റ്റേറ്റ് ഏജന്റ്, നാടൻ എന്നിങ്ങനെ പലതും പരീക്ഷിച്ചതെങ്കിലും ഇതിലെല്ലാം ഒരു വൻ പരാജയമായിരുന്നു നമ്മുടെ വില്യം. താനൊരു വലിയ പരാജയമാണല്ലോ എന്ന് ചിന്തിച്ച് നടക്കുന്ന വില്യമിന് ഇപ്പോൾ കാര്യമായ പണിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്തുമസിൻ്റെ തലേന്നായപ്പോഴേക്കും അവന് വിശപ്പ് സഹിക്കാൻ വയ്യാതെയായി. ഒരു കഷ്ണം ബ്രെഡെങ്കിലും കിട്ടിയെങ്കിൽ വിശപ്പടക്കാമായിരുന്നു എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ആ വില്യമിൻ്റെ മുൻപിൽ കൂടി ക്രിസ്തുമസ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നിറയെ സമ്മാനപ്പൊതികൾ ഒന്നിനു മുകളിൽ ഒന്നായി അടക്കി പിടിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി കടന്നു പോകുന്നത് അവൻ കാണുകയാണ്. ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും അവൾ അറിയാതെ ഒരു പൊതി താഴെ വീഴുന്നത് വില്യം ശ്രദ്ധിച്ചു. അവൻ്റെ അടുത്ത നിമിഷത്തെ ചിന്ത ഇങ്ങനെയായിരുന്നു: ആ പൊതി പോയി എടുക്കുകയാണെങ്കിൽ അതിനുള്ളിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലുമൊക്കെ കാണും. അത് മറിച്ച് വിൽക്കുകയാണെങ്കിൽ തനിക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള വക കുശാലായി. ഇങ്ങനെ ചിന്തിച്ച് അവൻ അത് എടുത്തു നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവൻ്റെ ചിന്ത മാറി ചിന്തിക്കുകയാണ്. അവൻ ആ പെൺകുട്ടിയുടെ പിറകെ നടന്നുകൊണ്ട് അവളുടെ ആ പൊതി നഷ്ടപ്പെട്ട വിവരം അവളെ ഒന്നുകൂടെ അറിയിച്ചുകൊണ്ട് ആ പൊതി അവൾക്ക് തിരികെ തന്നെ കൊടുക്കുകയാണ്. തിരികെ നടന്നു പോരുമ്പോൾ അവൻ വല്ലാതെ ചിന്തിക്കുകയാണ്, ദയനീയമായി ചിന്തിക്കുകയാണ്. മോഷ്ടാവ് എന്ന നിലയിലും താൻ ഒരു വലിയ പരാജയമാണല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് നടക്കുന്ന വില്യം അങ്ങനെ നടന്ന് ഏതാണ്ട് ക്ഷീണിച്ച അവശനായി ആ മുറിയുടെ അറ്റത്തുള്ള ആ ഒരു വീടിൻ്റെ മുമ്പിലേക്ക് അവൻ എത്തുകയാണ്. ഒരു വലിയ വീട്, ദീപാലങ്കൃതമായ ഒരു വലിയ വീട്. അവിടെ ക്രിസ്തുമസ് വിരുന്ന് നടക്കുകയാണെന്ന് വ്യക്തം. കാരണം ഒത്തിരി ധനികരായ ആളുകൾ ആ വീട്ടിലേക്ക് കടന്നു പോകുന്നുണ്ട്. അങ്ങനെ വില്യം രണ്ടും കൽപ്പിച്ച് ആ വീടിനുള്ളിലേക്ക് കയറുകയാണ്. ആരും ശ്രദ്ധിക്കപ്പെടാത്ത രണ്ടാം നിലയുടെ മുകളിലുള്ള ആ കിടപ്പുമുറിയുടെ വാതിൽ തള്ളി തുറന്ന് വില്യം അതിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. അവൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അലമാരയുടെ ഉള്ളിൽ നിറയെ സ്വർണം, വജ്രം, ആഭരണങ്ങളൊക്കെ ഉണ്ട്. അവൻ അത് ഓരോന്നായി പെറുക്കി പോക്കറ്റിലിടുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ആ മുറിയുടെ വാതിൽ തള്ളി തുറന്നുകൊണ്ട് ഒരു സ്ത്രീ ആ മുറിയുടെ ലൈറ്റ് ഇടുകയാണ്. അവരെ കണ്ടപ്പോൾ അവൻ ഞെട്ടിപ്പോയി. അത് തൻ്റെ അമ്മയായിരുന്നു. കാരണം പിതാവിൻ്റെ ആ ബിസിനസ്സൊക്കെ വ്യാപിച്ചപ്പോൾ അവർ ഈ നഗരത്തിലേക്ക് താമസമായതൊന്നും വില്യമിന് അറിയാമായിരുന്നില്ല. വർഷങ്ങളുടെ വിടവേളയുണ്ടായിട്ടും ആ അമ്മയ്ക്ക് ആ വില്യമിനെ തിരിച്ചറിയാൻ, തൻ്റെ മകനെ തിരിച്ചറിയാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അമ്മ അവനെ ഓടിച്ചെന്ന് ആശ്ലേഷിച്ച് ആലിംഗനം ചെയ്യുകയാണ്. ആ ആലിംഗനത്തിൽ കണ്ണീരിൽ കുതിർന്നു നിൽക്കുന്ന ആ വില്യം തൻ്റെ അമ്മയോട് ചോദിക്കുകയാണ്: അമ്മയ്ക്ക് എൻ്റെ തെറ്റുകളുടെ ആധിക്യം എത്രയാണെന്ന് മനസ്സിലായോ? അമ്മയ്ക്ക് എന്നോട് ക്ഷമിക്കാൻ സാധിക്കുമോ എന്ന്. അതിന് അമ്മ പറയുന്ന മറുപടിയാണ്: നിന്റെ തെറ്റുകളുടെ ഏറ്റക്കുറച്ചിലുകളൊന്നും എനിക്കറിയേണ്ടതായിട്ടില്ല. നിന്നെ എനിക്ക് തിരികെ ലഭിച്ചിരിക്കുന്നു. നീ എൻ്റെ മകൻ തന്നെയാണ്. പ്രിയമുള്ളവരെ, ഇതുപോലെ ഉദാരമായ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും നന്മയുടെയും ഉത്സവമാണ് ക്രിസ്തുമസ്. ഖലീൽ ജിബ്രാനിൻ്റെ വാക്കുകൾ നമുക്ക് മറക്കാതിരിക്കാം. നമ്മുടെ യേശു ഇവിടേക്ക് വന്നത് നമ്മുടെ ഹൃദയങ്ങളെ ഒരു ദേവാലയമാക്കുവാനാണ്, നമ്മുടെ മനസ്സിനെ അൾത്താരയാക്കുവാനാണ്. പ്രവൃത്തിയിലുള്ള വിശ്വാസം മാത്രമല്ല, പ്രവൃത്തിയിലുള്ള സ്നേഹവും കരുതലും ക്ഷമയും ഒക്കെയാണ് ക്രിസ്തുമസ്. അതുകൊണ്ട് നാം മറ്റുള്ളവരോട് ഉദാരമായി സ്നേഹിക്കുമ്പോഴും, മറ്റുള്ളവരെ ഉദാരമായി ക്ഷമിക്കുമ്പോഴും, മറ്റുള്ളവരെ ഉദാരമായി കരുതുമ്പോഴും, മറ്റുള്ളവർക്ക് ഉദാരമായി കൊടുക്കുമ്പോഴും ഇതൊക്കെ ക്രിസ്തുമസ് തന്നെയാണ്. ആ ഒരു നല്ല ക്രിസ്തുമസിൻ്റെ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും നല്ല ക്രിസ്തുമസ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. ഹാപ്പി ക്രിസ്മസ്.